സ്നേഹ, കിച്ചു സുധി, രേണു സുധി, കൊല്ലം സുധി, സുധിമയം. ഇപ്പോൾ വിഷയം വേറൊന്നുമല്ല, രേണു സുധി നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. രേണു സുധി ലാൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നത് എന്താ, കിച്ചു സുധിയെ വലിച്ചു കയറി രേണു സുധി, ഇതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ടു ബി ഹോണസ്റ്റ്, അവർ വളരെ മെച്ചുവറായിട്ട് ഈ വിഷയം ഹാൻഡിൽ ചെയ്തു കേട്ടോ. വളരെ ക്ലീനായിട്ട് മെച്ചുവറായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചെറിയ എവിടെയോ ഒരു കുത്തിയോ എന്നുള്ളൊരു സംശയം കൂടി ബാക്കി വെച്ചു. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ രേണു സുധിയുടെ പരിപാടികൾ എന്തൊക്കെയാന്നുള്ളത് കാണാം. പക്ഷെ രേണുസുധി ഭയങ്കര ബുദ്ധിമതിയാ. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങളിൽ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യും. കാരണം സംസാരിക്കുന്ന രീതി എനിക്ക് ചില സമയത്ത് ഓക്കെ ആണല്ലോ തോന്നുന്നു. ഞാൻ പറയട്ടെ, ചില സമയത്ത് ലോക ബ്ലണ്ടറാണ്, ലോക ദുരന്താണ്, ചില സമയത്ത് ഓക്കെയാണ്. ഈ ഒരു വിഷയം എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് അവർ ഹാൻഡിൽ ചെയ്തത്, കിച്ചു എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് അവരെ അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ്. ആ കിച്ചുവിനെ അവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിഷയത്തിൽ ഒട്ടും ആർക്കും ഇട്ട് കൊടുക്കാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് വിഷയങ്ങളിൽ അവരെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഒരു 99% അവരത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസിന്റെ ഒരു ഏറ്റവും അപ്ഗ്രേഡഡ് ഫേസ് കാണുന്നത്. സാധാരണ എയർപോർട്ടിന് മുന്നിലല്ലേ വന്നിക്കില്ലേ ഇവര്, ഈ വിഷ്വൽ കണ്ടോട്ടാ. ഇത്തവണ കുറച്ച് വിവാദങ്ങളുടെ ഇടയിലേക്കാണല്ലോ വന്നിറങ്ങിയത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ള ഒറ്റ വാക്കില്? ഉണ്ടാവട്ടെ, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് നല്ല ആളുകളുണ്ട്, അവരെന്നെ മനസ്സിലാക്കിക്കോളും. അപ്പൊ ഞാൻ വന്നത് ബാക്കില് ചെമ്പക്കര ഇനോഗ്രേഷന് പോയതാണ്, പോയിട്ട് വന്നവര്. അതായത് ലാലേട്ടൻ, മമ്മൂക്ക, ദുൽഖർ സൽമാൻ, ഇനി അതൊക്കെ പോട്ടെ, ഇവിടെ ബാക്കി ഗാൻമാർ പലരും ഉണ്ട്. സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, അവർക്ക് വരെ എയർപോർട്ടിലെത്തിയിട്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഓൺലൈൻ മീഡിയ പോയിട്ട്, അതായത് ആ ഫ്ലൈറ്റിൽ നിന്ന് കാലെടുത്ത് പുറത്ത് വെക്കുമ്പോ ആരും എന്ത് ചെയ്തിട്ടില്ല, പോയി വീഡിയോ. ഒന്നില്ലെങ്കിൽ രേണു സുധി ഇത് ദുബായിൽ തന്നെ ഒപ്പം കൊണ്ടുവന്ന മീഡിയ, അല്ലെങ്കിൽ ഇവിടുന്ന് രേണു ചേച്ചിന്റെ ഒപ്പം കയറിപ്പോയ മീഡിയ. കാരണം ആ ഫ്ലൈറ്റിലുള്ള ഏതോ മീഡിയക്കാരനാണ്, അല്ലെങ്കിൽ രേണു എടുത്തിട്ട് ഇത് ഞാനൊരു മീഡിയക്ക് കൊടുക്കട്ടെ എന്ന് കൊടുത്തായിരിക്കാം. എന്താണെങ്കിലും വൻ പി ആർ എന്നല്ലേ ഹെവി. ഈ പി ആർ ഒക്കെ ബിഗ് ബോസിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തേര് കപ്പും കൊണ്ടുപോകുന്നത്. സത്യം, ഞാൻ ഞെട്ടിപ്പോയി ഈ വീഡിയോ കണ്ടപ്പോ. എയർപോർട്ടിൽ നിന്നല്ല, ഫ്ലൈറ്റിൽ ഇറങ്ങി നേരെ ആ ട്രാൻസിഷൻ ടണലിലേക്ക് കാല് വെച്ചപ്പോ തന്നെ ഇതാ നടക്കണം മീഡിയക്കാര്. സംഗതി അത് പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞെട്ടി. ഇതിനിടയില് കിച്ചു ഒരു ലൈവില് വന്നിട്ട് എന്തുകൊണ്ട് ആ വീഡിയോ ചെയ്തു, അതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, അതിൽ ആളുകൾ പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് വന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിനകത്ത് ഒരു സാധനം കിച്ചു പറഞ്ഞു വെക്കുന്നുണ്ട്, അത് നോക്കാം. ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്, വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ, പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം, അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ തന്നെ പോവും. പറയണമെന്നുണ്ട്, എന്നെ പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. അതായത് കിച്ചു ഓക്കെ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട ലൈവാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അതിനകത്ത് ഞാനൊരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചു എന്ന് വരെ വരാം എന്നുള്ളൊരു എന്തിനു എറിഞ്ഞു വെച്ചു കിച്ചു എന്നുള്ളതാണ്. ഒരു മുൻകൂർ ജാമ്യം എടുക്കണ പോലെ. അതൊരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അൺവാണ്ടഡ് ആണ്, ബട്ട് സ്റ്റിൽ അതൊരു എന്താ പറയുക,
ടെക്നിക്കലി കാൽക്കുലേറ്റഡ് വൺ എന്ന് പറയാം. അതായത് ഞാൻ ഓക്കെ എന്ന് അറിയിക്കാൻ വന്നതാണെങ്കിലും ഇനി വേണമെങ്കിൽ ചിലപ്പോൾ കിച്ചു ഇങ്ങനെയോ എക്സ്പെക്ട് ചെയ്തത് ഈ രേണു അല്ലെങ്കിൽ രേണുവിൻ്റെ ആരെങ്കിലും ഒക്കെ കിച്ചുവിനെതിരെ തിരിയുന്ന സമയങ്ങളിൽ ഡ്രഗിന്റെ കാര്യം ഓൾറെഡി കിച്ചു റിവീൽ ചെയ്തു. ഇനിയിപ്പോൾ അതങ്ങനെ വന്നാലും ഇനിയിപ്പോൾ കിച്ചുവിൻ്റെ പ്രീവിയസ് കേസുകൾ വന്നാലും ആ ചെക്കൻ്റെ അവസ്ഥയിൽ ആരും നോക്കാനില്ലാത്തപ്പോൾ എല്ലാവരും കൂടി ആ ചെക്കൻ അങ്ങനെ ആക്കി എന്നുള്ള രീതിക്ക് ആവുമ്പോൾ കിച്ചുവിന് അത് വലിയ തട്ടുകേടില്ലാതാണ് പോവും. ഇനിയിപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിലെ വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇത് പറഞ്ഞു വെച്ചോണ്ട് അതും അങ്ങനെ ആ സൈഡിൽ കൂടി പോകും. ബട്ട് ഐ ബ്ലഡി വെൽ നോ വൈ യു ടോൾഡ് ദിസ്. എനിക്ക് നന്നായിട്ട് അറിയാതെ എന്തുകൊണ്ടാണ് ഈ ഒരു സംഗതി ഇങ്ങനെ പറഞ്ഞെന്നുള്ളത്. അതൊന്നും ഒന്നും എന്താ അല്ലേ, പുറത്തൊന്നും വരാതിരിക്കട്ടെ, ആരും പറയാതിരിക്കട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താ പറയാ പറയേണ്ട കാര്യമില്ല. ഈ സത്യം പറയാം സീരിയസ്ലി ഞാനത് കണ്ടപ്പോൾ ഇപ്പൊ കിച്ചു എനിക്ക് വന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചു പോയ ഒരാളാ. അപ്പൊ ഞാൻ കിച്ചുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനോട് സംസാരിക്കുക, ഒഴിവാക്ക്, കഴിഞ്ഞല്ലോ, വിഷയങ്ങളൊന്നുമില്ല, എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞിട്ട് പോയി മുന്നിക്ക് എന്തെങ്കിലും പ്രൊഫഷനോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ സോഷ്യൽ മീഡിയനെ നന്നായിട്ട് മുന്നോട്ട് എടുത്തു വെച്ച് കൊണ്ടുപോയിക്കോ, റവന്യൂ കിട്ടുന്നുണ്ടല്ലോ. ഇനി ഈ വള്ളി വേണ്ട അല്ലേ, ഈ വള്ളീൻ്റെ കാര്യമില്ല. കാരണം എന്താ പറയുക, ഈ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ നമ്മുടെ സർക്കിളിനകത്ത് എന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ അതൊരു തേർഡ് പേഴ്സൺ ഫോർത്ത് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ അവരോട് പറയും. നമ്മൾ തന്നെ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ അത്രയും വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അതും ചിലപ്പോൾ പുറത്തു പോവാം. അങ്ങനെ പുറത്തു പോയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. അത് കിച്ചുവിൻ്റെ ലൈഫിലാണെങ്കിലും രേണുവിൻ്റെ ലൈഫിലാണെങ്കിലും നിങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ഒക്കെ ലൈഫിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ വെരി അൺഫോർച്ചുനേറ്റ്ലി മീഡിയക്കാരുടെ കയ്യിലുണ്ട്. അത് ഹിയർസേ ആയിട്ടാണ്, പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ല, ഹിയർസേ ആയിട്ടാണ് മീഡിയക്കാരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ കിച്ചുവിനെതിരെ ഒരാളോ രേണുവിനെതിരെ വേറൊരാളോ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ആരോപണം നടത്തുമ്പോൾ ആദ്യം ഇപ്പോൾ ഞാനടക്കം അല്ലെങ്കിൽ ഇവിടുത്തെ മീഡിയ അടക്കം പറയാൻ പോകണം എന്താ അറിയും, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു, നിങ്ങൾ പറയാൻ വേണ്ടി കാത്തുന്ന ഇതേ പറയൂ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും സീരിയസ്ലി പറയാം, ഞങ്ങളൊക്കെ കഴുകന്മാരാണ്, ഞങ്ങളൊക്കെ ശവം കുത്തി പറക്കാതിരിക്കുന്നതാണ്. സ്വയം ശവമാവാതിരിക്കുക, ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, സ്വയം ശവമാവാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താ പറയുക ഇങ്ങനെ ഓക്കെ ഇതിങ്ങനെ എങ്ങനെയാവും ഒരു പ്രീ കൺസീവ്ഡ് സാധനമായിട്ട് എന്ത് ചെയ്യുക പറയാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണലാക്കി വെക്കേണ്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വെക്കുക. അതിനപ്പുറത്തേക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ശരിയല്ല. അത് ഭയങ്കര എന്താ പറയുക, ഒരു ലൈഫിൽ വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഇമ്പാക്റ്റിങ്, അതിൻ്റെ ഇമ്പാക്റ്റ് പിന്നെ ഓപ്പൺഹൈമർ മറ്റേ ന്യൂക്ക് പൊട്ടിച്ച പോലെയാവും. പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്, അതിനകത്ത് പെട്ടുപോകും. പിന്നെ ഒരു ലൈഫില്ല, പിന്നെ ആ ലൂപ്പ് കടന്നങ്ങനെ കറങ്ങും, പിന്നെ വേറെ കുറേ പേരുകൾ അങ്ങനെ പോവും ഈ വൃത്തിയായിട്ട സാധനം. ഇപ്പം കറക്റ്റ് എന്താ പറയുക ഒരു എഡ്ജിലാണ് നിൽക്കുന്നത്, കിച്ചു നിൽക്കുന്ന ഒരു കറക്റ്റ് ഒരു എഡ്ജിൽ. അതായത് അങ്ങോട്ട് ചാടിയ ലൈഫ് തൊലഞ്ഞു, ഇങ്ങോട്ട് വന്ന ഓക്കെ എല്ലാവരും വന്ന് കിച്ചു എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ച് എന്ത് ചെയ്യാം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇപ്പുറത്തേക്ക് ചാടാൻ നോക്കുക, അപ്പുറത്തേക്ക് അവിടെ ക്ലോസ് ചെയ്യുക, വേറെ ഒന്നും ഇനി പറയണ്ട, ക്ലോസ് ചെയ്യുക, മാറ്റേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോൾ രേണു വന്നിട്ട് രേണുവിനോട് സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, ഒഴിവാക്കുക. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തന്നെ എന്ത് ചെയ്യുക അവനാൻ്റെ ജോലിയും കാര്യങ്ങളും വ്ളോഗും വീഡിയോ ഒക്കെ ആയിട്ട് പോകാൻ മുന്നോട്ട്. ഇനി നമുക്ക് രേണുവിന്റെ കുറച്ച് കാര്യങ്ങൾ. അമ്മയെന്ന് വിളിച്ച ആള് കിച്ചുവാണ്. അപ്പൊ കിച്ചുവിന്റെ തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും. അവനല്ലേ മൂത്ത മകന്. എന്റെ മനസ്സിൽ അങ്ങനെയാണ്. ഇനി അവരെ മറ്റുള്ളവരെങ്ങനെയാ കാണുന്നത്, കിച്ചു എങ്ങനെ കാണുന്നെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ മകനായിട്ട് തന്നെ കണ്ടതാണ്. സുധിച്ചേട്ടന്റെ വ്യക്തമാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ, കടമ അതാണ്. ചെയ്തിട്ടുണ്ട്. ഇപ്പം 22 വയസ്സായി കുട്ടിക്ക്. ആ കുട്ടി സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയട്ടെ. എനിക്ക് എന്തായാലും സുധിച്ചേട്ടന്റെ മക്കള് തന്നെയാണ്, എന്റെ മക്കള് തന്നെയാണ്. ഞാൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല, തള്ളിക്കളയട്ടെ. ഈ കഴിഞ്ഞിടെ വരെയും ഈ 24-ാം തീയതി വരെയും ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നിട്ടും പിന്നെ പെട്ടെന്ന് എന്താണ് ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെറുതെ. എനിക്കറിയില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ള ഒരു കുട്ടിയാണ്, വളർന്നു വന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇനി അവന്റെ സ്വന്തമായിട്ട് സമ്പാദിക്കട്ടെ. ഇതിൽ രേണുവിന് ആർക്കും കുറ്റം പറയാൻ ഉണ്ടാവില്ല. അതായത് രേണു സുധി നോക്കേണ്ട സമയത്ത് രേണു സുധി ഈ പറഞ്ഞ സുധി ഉള്ളപ്പോഴാണെങ്കിലും കിച്ചുവിനെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കിച്ചു പറയുമ്പോൾ അതൊരു അമ്മ എന്നുള്ള രീതിക്ക് അവർ ഫെയിലിയർ ആണെന്നുള്ളത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അവർക്ക്. അത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ അവരുടെ സ്വന്തം മകനല്ല. ദാറ്റ് ഈസ് ദേർ.
മനുഷ്യൻ നമ്മളാരും മറ്റു പുണ്യാളന്മാരൊന്നും ഇല്ലല്ലോ. നമുക്ക് എത്രത്തോളം എല്ലാവരും അങ്ങനെ വന്നില്ലല്ലോ. ഇപ്പൊ എത്ര നല്ല അമ്മമാർ എത്ര വളർത്തി കഴിഞ്ഞാൽ മക്കള് വഴിക്ക് എങ്ങനെ അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ആസ്പെക്ട് എന്താ അറിയാം, രേണു സുധി ഇപ്പൊ പറഞ്ഞു വെച്ചത് കേട്ടില്ലേ, 10-22 വയസ്സായി. ഞാൻ നോക്കേണ്ട സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, അത് സുധി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ഇനിയിപ്പോ ജോലിയൊക്കെ ആയിട്ട് എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ലൈഫ് ഇനി മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ ഓക്കെയാണ്. അല്ലാതെ അവര് അതിന്ന് മാറി, ഫൈൻ. ഇനി എന്തൊക്കെ രീതിയിൽ നോക്കി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ടുണ്ടാവും, കാര്യങ്ങൾ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് വാട്ട് കിച്ചു ഈസ് എക്സ്പെക്ടിങ് ഫ്രം രേണു അത് കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത് കിച്ചു ആണ്. അത് കിച്ചു ഓൾറെഡി പറഞ്ഞു. എന്ത് ഒറ്റപ്പെടലായിരുന്നു, ഇവരൊക്കെ പല മുഖവും കാണിച്ചിട്ടുണ്ട്, പല രീതിയിൽ കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പൈസേന്റെ മുകളിൽ മാത്രമേ ബന്ധമുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞത്. അവിടെയാണ് ആ വിഷയം കിടക്കുന്നത്. ഇപ്പൊ രേണുവിനെ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം, പക്ഷെ രേണുവിന്റെ സൈഡിൽ നോക്കുമ്പോ എന്താ, സ്വന്തം മോനല്ല. ഓക്കെ, നോക്കിയിട്ടുണ്ട്. ഇത് രേണുവിന് പറയാം. പക്ഷെ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചു ആണ് അമ്മയായിട്ട് ലൈഫിലേക്ക്. ഇപ്പൊ സുധി കൊണ്ടുചെന്ന് മോനെ ഈ അമ്മ മതിയോന്ന് ചോദിക്കുമ്പോ സുധി മറ്റേ സൂപ്പർ മാർക്കറ്റ് മാതിരി ചെയ്യുന്നു ഞാൻ കേട്ടോളൂ. ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് കിച്ചുവിന്റെ അടുത്ത് പോയിട്ട് ഈ അമ്മ മതി എന്ന് ചോദിക്കും എന്നുള്ളൊരു സെറ്റപ്പിൽ പോയി. സുധിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പൊ കുറെ ആൾക്കാർ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മരിച്ചുപോയ സുധിയെ കുറിച്ച് നീ എന്തിനു പറയണം എന്നുള്ളത്. മരിച്ചുപോയ ഒരാൾ അയാളുടെ ജീവിച്ചിരുന്നപ്പോൾ റിയൽ ലൈഫിൽ ചെയ്ത കർമ്മകൾ മരിച്ചുപോയ ഒരാളെ തലേ തന്നെ ഹോണ്ട് ചെയ്യും. അയാളെ കൊണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട്. ഇപ്പൊ ഈ കിച്ചു, രേണു, ഞാൻ ചെറിയ ഋതപ്പൻ, ഈ ചങ്ങായിനെ കൊണ്ട് ഭയങ്കര സഫർ ചെയ്യുന്ന ഒരുപാട് ജീവനുകൾ ഇപ്പോഴും ഈ ഭൂമിക്ക് മുകളിലുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്, അടിയിൽ പോയിട്ടില്ല അവരാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിച്ചിരുന്ന സമയത്ത് ഇയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ഇവരെ ബാധിച്ചിട്ടുണ്ട്. അത് ഇയാളെ മരണശേഷം ഇവരെ ബാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിനെ ഗ്ലോറിഫൈ ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അതൊരു ഒരു വർത്താനം മാത്രമാണ്. പക്ഷെ ഇത് ഇത്രയും ചെയ്ത ഒരാളെ നമുക്ക് എന്താ പറയുക, ഉള്ള കാര്യം റിയലായിട്ട് തന്നെ പറയണം. ഇപ്പം ഒരു കാര്യം പറയാം, സുധി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചെയ്ത ഏറ്റവും വലിയ ഒരു വൃത്തികേട് എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളൊന്നും രേണുവിനോട് പറഞ്ഞില്ല, കുറേ കാര്യങ്ങളൊന്നും കിച്ചുവിനോട് പറഞ്ഞില്ല. കിച്ചുവിനോടോ രേണുവിനോടോ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അയാളുടെ റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ രേണുവിനും സുധി പറഞ്ഞതേ അറിയൂ, കിച്ചുവിനും സുധി പറഞ്ഞതേ അറിയൂ. ശരിക്കുള്ള സംഭവങ്ങളൊന്നും അറിയില്ല. അതായത് ഇയാൾ റിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അയാളുടെ ലൈഫിൽ സംഭവിച്ചതും ആളുകൾ വന്നുപോയതും അയാൾ അവരോട് എങ്ങനെയായിരുന്നു എന്നുള്ളതിന് ഇപ്പോൾ ഒന്നും വേണ്ട. സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഈ കിച്ചുവിൻ്റെ അമ്മ, ബയോളജിക്കൽ മദറിനെ കുറിച്ച് തന്നെ കിച്ചുവിനോട് പറഞ്ഞു കൊടുത്തതും രേണുവിനോട് പറഞ്ഞു കൊടുത്തതും ഒക്കെ ഭൂലോക നുണയാണ്. എന്നിട്ട് ഇവരെ അവരിൽ നിന്ന് വെറുപ്പിച്ച് തെറ്റിച്ചിട്ട് അവരുടെ മരണം സംഭവിക്കുന്നത് വരെ സുധി അവരെ അതിൽ നിന്ന് പോയിട്ട് കാശ് മേടിച്ചിട്ടുണ്ട് കിച്ചുവിൻ്റെ പേര്. ഇത് പറയേണ്ട അവസ്ഥ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും മരണശേഷവും നീ എന്തിന് സുധിയെ പറയണം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ലേഡി, ഒരു വ്ളോഗർ പറയുന്നത് കണ്ടു, ഒരമ്മയാണെങ്കിൽ പെറ്റിട്ടിട്ട് പോയാൽ പോരാ, രേണുവിനെ പോലെ നോക്കണം. അങ്ങനെ പെറ്റിട്ടിട്ട് ഓടിപ്പോയതല്ല കിച്ചുവിൻ്റെ അമ്മ. കിച്ചുവിൻ്റെ അമ്മേനെ ഓടിച്ച് വിട്ടതാ. സുധീൻ്റെ കയ്യിലിരിപ്പും പല കഥകളും കാരണം. അത് നേരിട്ട് കണ്ടതുകൊണ്ട് അവർ ഇറങ്ങി പോയി ലൈഫിൽ നിന്ന്. അത്രേ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും ആ ലേഡി കിച്ചുവിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരെ മരണം വരെ. അത് ചോദിച്ച് മേടിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സുധി എന്ന് പറഞ്ഞുള്ള വ്യക്തി. ഓക്കെ, അപ്പം ആ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ കിച്ചു മെസ്സേജ് അയച്ചപ്പോൾ കിച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അമ്മയെക്കുറിച്ച് അറിയണം, അമ്മയുടെ ലൈഫ് എന്തായിരുന്നു അറിയണം എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മമ്മേനെ വിളി. ആ അമ്മമ്മയുടെ നമ്പർ ഞാൻ കിച്ചുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. മോനെ നീ വിളിച്ചോ, നിനക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് അറിയാൻ പറ്റും. നിൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതിലേക്കാൾ കൂടുതൽ ഇതിനകത്ത് പല കഥകളും ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ സുധിക്ക് ഇപ്പം ഇത്രയൊക്കെ പ്രശ്നമാണ്. ഈ ഒളിച്ചോടിപ്പോയി അമ്മ എന്നാ പറഞ്ഞത്. ഏത് ആദ്യ ഭാര്യ, ഈ ആദ്യ അമ്മയുടെ, അതായത് ശാലിനിയുടെ അച്ഛനാണ് ഈ സുധി ആദ്യമായിട്ട് ഗൾഫ് പോകാൻ നേരത്ത്, ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ഗൾഫ് പോകാൻ നേരത്ത്, ഫസ്റ്റ് ഗൾഫ് പോകാൻ നേരത്ത് പാസ്പോർട്ട് ഒരു ലോഡ്ജിൽ നിന്ന് 7,500 രൂപയും കൊടുത്ത് മേടിച്ചു കൊടുത്തത് ഈ ശാലിനി പോയതിനു ശേഷം. കഥകളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാടുണ്ട്. അതുകൊണ്ട് സുധീനെ ഗ്ലോറിഫൈ ചെയ്യാൻ വരുന്നവരോടാ പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, മരിച്ചത് കൊണ്ട് ഓക്കെ, മരിച്ച അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ആയി എന്നൊക്കെ പറയുന്നല്ലാതെ ഇപ്പോഴും അത് അനുഭവിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അതിലേശം പാടാണ്. മനസ്സിലായില്ലേ?
ഞാൻ വീണ്ടും പറയാം, ഇവരൊക്കെ ഈ അനുഭവിക്കുന്നതിന്റെ ഒരു പങ്ക് അയാൾ ചെയ്തു വെച്ചതിന്റെ ഭാഗം അതന്നെ കർമ്മഫലം തന്നെയാണ്. ഭയങ്കര സീനാണ്. ബാക്ക് ടു രേണു. വഴക്ക് പറഞ്ഞിട്ടുണ്ടോ പഠിക്കാത്തവര് അങ്ങനെ എന്തെങ്കിലും? സ്കൂളിൽ പോണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേന് 5-8 ദിവസം കഴിഞ്ഞിട്ടാണ് സുചേട്ടൻ വരാറ്. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ പോകണം, സുചേട്ടായ ഷൂട്ടിന് കൊണ്ടുവരുന്നത്, സ്കൂളിൽ വിടണം എന്ന്. അത് കൊച്ചല്ലേ, അപ്പൊ അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്താ വഴക്ക് പറഞ്ഞ? വിദ്യാഭ്യാസം ഒരു മക്കളെപ്പോഴും വിദ്യാഭ്യാസം കൊടുക്കാനല്ലേ എല്ലാ പേരൻസും പറയുന്നത്. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞു. ടീച്ചറോടല്ല, സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കണക്ക് പറഞ്ഞതല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ കണക്ക് പറയാൻ പറ്റത്തില്ല മക്കൾക്ക് കൊടുക്കല്. പക്ഷെ അത് പറയേണ്ടി വന്ന അവസ്ഥ വന്നു. കാരണം 1 രൂപ പോലും കൊടുത്തിട്ടില്ല മക്കൾക്ക്. അവന് അതുപോലെ അവരുടെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് ഒരു ബ്ലോഗർ പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മനസ്സിലൊരു മനസാക്ഷിയുള്ള മനുഷ്യനല്ലേ നമ്മൾ. കിച്ചുവിനെ അവിടെ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്തെ വീട്ടിലേക്ക് പോയതെന്ന് പറയുന്നത്. അതെന്താണ് കംഫർട്ടബിൾ ആവാത്തത്? എനിക്കറിയില്ല, അത് കിച്ചുവിനല്ല ചേട്ടാ, എനിക്കറിയാം എന്താണ് അത്രയും നാളും കംഫർട്ടബിൾ ആയിട്ട്. പിന്നെ അവൻ പറഞ്ഞില്ലേ, അവന് 22 വയസ്സുള്ള യുവാവല്ലേ, അവന് ഇഷ്ടം പറയട്ടെ. അവന് സമ്പാദിക്കാറായി, അവന് പ്രമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോട്ടെ. അത് നശിച്ചു പോകാതെ നല്ല രീതിയിൽ പോട്ടെ. ഇത് നടക്കെന്താ തോന്നുന്നത്? എനിക്ക് നല്ല എന്റെ തന്നെ മെച്ചൂറായിട്ട് നല്ല ഉത്തരം പറഞ്ഞു. അതായത് രേണുവിന് സംഗതി ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ കിച്ചു എങ്ങനെയായാലും രേണുവിന് ഇപ്പൊ രണ്ടും അടുത്ത് വന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. സ്റ്റിൽ അവൻ പറഞ്ഞതുകൊണ്ട് വയസ്സായ കുട്ടിയാണ്, അവൻ ആ വഴിക്ക് ഇനിയിപ്പോ എന്താ വെച്ചെങ്കിൽ അവന്റെ ഇഷ്ടങ്ങൾക്ക് അവൻ നടന്നോട്ടെ എന്നുള്ള രീതിക്ക്. അതായത് ഇതുവരെ പൈസയുടെ മുകളിലെങ്കിലും ഉണ്ടായിരുന്ന ഒരു അമ്മ മകൻ ബന്ധം ഇനി അങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമില്ല, ഇനി വേണ്ട എന്നുള്ള രീതിക്കുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്നാലേ ഈ ഒരു സൈബർ ബുള്ളിങ് നിൽക്കും. അല്ലാത്തടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റ് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ കിച്ചു വന്ന് നാളെ ഒന്ന് കരഞ്ഞാലടക്കം തെറി കേൾക്കാൻ പോണതായിരിക്കും. കിച്ചു എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ രേണു കൊട്ടേഷൻ കൊടുത്ത് വീഴ്ത്തിന്ന് പറയും. അങ്ങനത്തെ ഒക്കെ ഓഡിറ്റിങ് വരെ ലൈഫിൽ നടക്കും. അപ്പൊ അതിനേക്കാൾ നല്ല എന്താ, അഭിനയിക്കാനെങ്കിലും അഭിനയിക്കേത് അമ്മയും മോനും ഞങ്ങൾ പറഞ്ഞിട്ട് അഭിനയിച്ചാലും വലിയ സീൻ ഉണ്ടാവില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഇപ്പൊ റിയൽ ആയിട്ട് തുറന്നു പറയണവരെ മനസ്സിനകത്തുള്ളത്. എനിക്ക് തോന്നിയില്ല, എനിക്ക് എപ്പോഴും ഇടയ്ക്ക് തോന്നാറുണ്ട് ഇത് ഓപ്പൺ ആയിട്ട് ഭയങ്കര എല്ലാം നല്ല സുഖമായിട്ട്. കൊറേയൊക്കെ ഓപ്പൺ ആയിട്ടും കൂളായിട്ടാണെങ്കിൽ കൊറേയൊക്കെ ഒരു കാൽക്കുലേറ്റഡ് ആണ്. നേരത്തെ അല്ല മീഡിയക്കാരെ മുന്നിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയണ്ടേ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വായന അബദ്ധം ചേട്ടാൻ പാടില്ലല്ലോ. മീഡിയക്കാരെ കാൽക്കുലേറ്റ് ചെയ്ത് വിളിച്ചു കൊടുന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റോ അത് അടിപൊളിയാണ്. ഞാനവിടെ രേണുവിനേക്ക് കുറ്റം പറയാൻ തോന്നാറില്ല ഇങ്ങനത്തെ സംസാരം കേൾക്കുമ്പോ. രേണുവിന്റെ സംസാരം എനിക്ക് മീൻസ് ഓക്കെ തോന്നാറുണ്ട്. കാരണം ആൾക്കാർ വല്ല നെഗറ്റീവ് കമന്റ് ഉണ്ട് കാര്യം പറയുമ്പോൾ തൊട്ടേ ആൾക്കാർ അവരുടെ അഭിപ്രായം പറയില്ല, പറഞ്ഞോട്ടെ, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നാറുണ്ട്. സുധിച്ചേട്ടൻ, നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും തന്നിട്ടാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്തും തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ആയിരുന്നു. എനിക്കിപ്പോ അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ അവൻ ആരോട് പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചതെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തി, അതുപോലെ തന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ മാനിപ്പുലേഷന്റെ കേസ് ഞാൻ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഈ ക്ലിപ്പ് വെച്ചത്. അതായത് ഈ കിച്ചു എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഇട്ട വീഡിയോയുടെ അടിയിൽ ഓൻ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി വീഡിയോസിന്റെ അടിയിലും ഓൻ പോയി കമന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല ഉള്ള കാര്യം പറയാലോ. ആ ചെക്കനെ ഒരു മനുഷ്യൻ പോലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മാനിപ്പുലേഷൻ്റെ മുകളിൽ പിടിച്ചു തൂങ്ങി അതിൻ്റെ മുകളിൽ പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ. പക്ഷെ കിച്ചുവിനെ നിങ്ങൾ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവിടെ അത് മാനിപ്പുലേഷൻ ആണെന്ന് തിങ്ക് ചെയ്യാതെ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സംസാരവും പറഞ്ഞതോ മേ ബി ഇത് മാനിപ്പുലേഷൻ ആണെന്നുള്ളത് തിങ്ക് ചെയ്യാതെ എന്താണ് അവന് സംഭവിച്ചതെന്നുള്ളത് റിയൽ ആയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം അത് എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അമ്മ ആദ്യം വിളിച്ചത് മോനല്ലേ, ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ അത് മാനിപ്പുലേഷൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ കൂട്ടിക്കെട്ടിയില്ല അത് മാനിപ്പുലേഷൻ ചെയ്തതുകൊണ്ട് പറഞ്ഞതാന്ന് പറയുമ്പോൾ അല്ല, അതിനകത്ത് കുറച്ച് ഫാക്റ്റ് ഉണ്ട്, അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലത്. എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പീഡനക്കാരി. എന്നോട് ആരോടൊക്കെ ചോദിച്ചു വല്ല അറിയാം, ഞാൻ എനിക്കറിയില്ല. അവൻ അങ്ങനെ തെറ്റ് ചെയ്യാണ്ട് അവൻ അങ്ങനെ പറയൂ, കാരണം ഇങ്ങനെ ചിലപ്പോൾ എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരാം എന്നവൻ പറയണമെന്നുണ്ടെങ്കിൽ. അയ്യോ എനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ല. ലഹരി ഉപയോഗിക്കുന്ന കാര്യം അറിയാമായിരുന്നോ? ഇല്ല, അറിയില്ല. അവൻ തുറന്നു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതെ.
അപ്പൊ എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന്? സ്വന്തം മക്കള് എന്ത് ചെയ്തില്ല നമുക്ക് അങ്ങനെ തോന്നുന്നു, എന്തെങ്കിലും തോന്നുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എന്റെ അമ്മയ്ക്ക് അത് തോന്നുന്നു. അയ്യോ, അത്ര അങ്ങോട്ട് നല്ലൊരു അമ്മയായിട്ടില്ല. ഇത് അഭിനയം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനൽ അല്ല, ഇത് അഭിനയം. പക്ഷെ ബുദ്ധിക്ക് കളിച്ചു, സംസാരിച്ചു. കളിച്ചതല്ല, അതൊരുമാതിരി മറ്റോടത്ത് അടിയായി പോയത്. ആ ലഹരിന്റെ കാര്യം കണ്ണടൂരി ചിരിച്ചത് കണ്ടോ? അല്ല, ഒറ്റയ്ക്ക് ഇല്ല, അതും ചിരിയും ഒരുമാതിരി ഒരു ചിരിയും ചിരിച്ച് ലഹരിന്റെ കാര്യം പറഞ്ഞിട്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കേസായിരുന്നു. ഇപ്പൊ അത് ചോദിക്കുമ്പോ തന്നെ പറയായിരുന്നു എന്ത്, അത് അവൻ തുറന്നു പറഞ്ഞല്ലോ, നിങ്ങളെല്ലാം അറിഞ്ഞില്ല, അത്ര തന്നെ. ചിലപ്പോ അഥവാ അറിയായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കുന്ന നെക്സ്റ്റ് ചോദ്യം, നിങ്ങളെ തിരുത്തിക്കൂടായിരുന്നില്ലേ? പിന്നെ ഇവിടെ എല്ലാ അച്ഛനമ്മയും മക്കളും കൂടി എല്ലാ മക്കളെയും തിരുത്തിയിട്ടുണ്ടെങ്കിൽ നാടിപ്പ് എങ്ങനെയാവും? തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും, നടന്നിട്ടുണ്ടാവില്ല. അല്ലെ? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നത്, ഏതെങ്കിലും അച്ഛനമ്മമാര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളെ മക്കള് മാറിയിട്ടില്ല, അതിന്റെ ഭവിഷ്യത്തോ അല്ലെങ്കിൽ അതിന്റെ പഴി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നവരോട് നിങ്ങൾ പറയേണ്ട എന്താ അറിയോ? അങ്ങനെയൊക്കെ തിരുത്തി നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടി ചീത്ത വഴിക്ക് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ അത് ചീത്ത വഴി പോയി. ഞാനും സ്നേഹി അതിന് കുറെ ഉപദേശിച്ചിട്ടുണ്ടാവും, കുറെ നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നോക്കിയിട്ടുണ്ടാവും. അത് പോകേണ്ട വഴിക്ക് പോവാണെങ്കിൽ പോയി. എപ്പോഴും അത് അച്ഛൻ്റെ അമ്മയുടെ തലയിൽ മാത്രം ഇടാനും പറ്റില്ല. അതിന്റെ പഴി നമ്മൾ എപ്പോഴും നമുക്ക് കേൾക്കാനും പറ്റില്ല. നമുക്കൊരു എഫേർട്ട് ഇടുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ നമ്മൾ ആകെ ചിന്തിക്കേണ്ട എന്താ, വി ആർ ഫെയിലിയേഴ്സ്. അത്ര മാത്രം ചിന്തിച്ച് പോവാ, അല്ല വേറെ വഴിയില്ല. അത് ചിന്തിച്ച് പോവാനോ വേറെ വഴി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പൊ ഈ പോയിട്ട് ഇപ്പൊ രേണുവിന് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഇങ്ങനത്തെ ഒരു റിപ്ലൈ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും അത് ഇതൊരുമാതിരി മറ്റേ മുഖത്തൊക്കെ ഇങ്ങനെ കാണിച്ച പോലെ ആയിപ്പോയി. സത്യം അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി ആ ചിരി. അല്ല, അത് നെക്സ്റ്റ് ചോദ്യം പേടിച്ചിട്ടാവും, ചിലപ്പോ അടുത്തെന്തെങ്കിലും പ്രശ്നം ചോദ്യം വിചാരിച്ചിട്ടാവും, കാൽക്കുലേറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ വന്നാലും വിചാരിച്ചിട്ടാവും. ജീവിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഋതപ്പൻ 6 വയസ്സേ ഉള്ളൂ, അവൻ കുഞ്ഞാണ്. അവന് വേണ്ടിയിട്ട് എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പം വളർന്നു വന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇനി അവന്റെ സ്വന്തമായിട്ട് സമ്പാദിക്കാറായി ജീവിക്കട്ടെ. എന്റെ സംസാര രീതിയാണ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് ഇപ്പം എന്താ പറയാ, എനിക്ക് മരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് എന്തായാലും നിർത്താൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും സബ്സ്ക്രിപ്ഷന് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതുപോലെ എന്റെ ജോലി, എന്റെ ആൽബങ്ങളും എന്റെ സിനിമയാണേലും എന്റെ ഇനോഗ്രേഷനും കാര്യങ്ങളുമായിട്ട് ഞാൻ ഒരു സൈഡിൽ കൂടെ പോകും. ഞാൻ ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. ഇന്നീ നിമിഷം വരെ ഒരു മനുഷ്യനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഋതപ്പന് വേണ്ടി ജീവിക്കുന്നതാണ് പറയുന്നത്. ഋതപ്പന് വേണ്ടി ജീവിക്കുന്ന ഋതപ്പന് ഒരു ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? കിച്ചു എന്ന് പറഞ്ഞൊരു ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. ഇതിപ്പോ ഋതപ്പന് കിച്ചുവിനെ അറിയാൻ പാടില്ലാത്ത പ്രായത്തിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. ഋതപ്പന് അറിയാം എന്ത് കിച്ചു എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ട്. അപ്പൊ പിന്നെ ഏട്ടനെയും കൂടി ഒപ്പം നിർത്തി വളർത്തിയ നന്നായിരിക്കുന്നേ പറയാനുള്ളൂ. നമുക്കൊക്കെ പറയാനേ പറ്റും, അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും. അല്ല, പിന്നെയും പറയേണ്ടത് എന്താ വെച്ചാൽ 22 വയസ്സ്, അത് പിന്നെ സ്വാഭാവികമായിട്ട് പറയേണ്ടത് തന്നെയാണ്. 22 വയസ്സല്ലേ ജോലിക്ക് പോയിട്ടൊക്കെ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളൂ, സ്വന്തം കാര്യം നോക്കാനായല്ലോ എന്ന രീതിയിൽ. അതെ, അതൊരു എന്താ പറയാ ഉപദേശമായിട്ടൊക്കെ എടുത്താൽ മതി. ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം ഞാൻ അത്രയും കാലം വളർത്തി, പറ്റുന്ന സമയത്തൊക്കെ വളർത്തിയിട്ടുണ്ട്. ഇനി സ്വന്തം കാര്യം നോക്കണ്ടെങ്കിൽ നടക്കുക, അത്ര തന്നെ ഉള്ളൂ. കുട്ടീന്റെ കാര്യം നോക്കണം. അപ്പൊ അങ്ങനെ നോക്കണം എന്ന് പറയുമ്പോ വീണ്ടും എന്താ പറയോ, ഇത് ഇവർക്ക് വീണ്ടും ഒരു ബുള്ളിങ് വരും. കുട്ടീനെ നോക്കാണ്ടായിട്ടാണ് വേണ്ടി ഇങ്ങനെ നടക്കുന്നത്. ഈ ചോദ്യങ്ങൾ വീണ്ടും വരും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, സബ്സ്ക്രിപ്ഷൻ വെച്ച് കാണിക്കാൻ താല്പര്യമുള്ളവർ കാണിച്ച് കാശ് ഉണ്ടാക്കുമ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവനല്ലേ പോയി കാശ് കൊടുക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഒരു ആള് ആണോ പെണ്ണോ, ഇപ്പോൾ പെണ്ണെന്നെ വിചാരിച്ചോ, അവർ കാണിക്കാൻ റെഡിയാണ്. ഓക്കെ, അവരത് കാണാൻ താല്പര്യമുള്ളവർ പോയിട്ട് സബ്സ്ക്രിപ്ഷൻ കൊടുത്തത് കണ്ടു, കാണാനും താല്പര്യമില്ല, കാണിക്കുന്ന ആൾക്കാരെയും താല്പര്യമില്ല, പിന്നെ കണ്ടോനും പിന്നെ അത് കാണിച്ചു കൊടുക്കണോനും ഇത് കുറ്റം പറയാൻ പിന്നെ അവര് പോകേണ്ട കാര്യമുണ്ടോ? അല്ല, എന്താ കാണാൻ താല്പര്യമില്ല. ഞാൻ പറയാം, ഈ കുറ്റം പറയുന്നവരൊന്നും ഇത് കാണാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. കാണിക്കുന്നത് എന്തോ സമൂഹത്തിനോട് ചെയ്യുന്ന തെറ്റാണ് എന്നാണ് പറയുന്നത്. ഈ നാട്ടിൽ ഇത്രയൊക്കെ തെറ്റ് എന്ന് പറഞ്ഞ ഈ സംഗതി ഉണ്ടായിട്ടും ഇവിടെ ഒരു രീതിയിലുള്ള ഇങ്ങനത്തെ പരിപാടി നടക്കുന്നില്ല. പോൺ ഇൻഡസ്ട്രി ഇവിടെ ഭയങ്കര എന്താണ്, മലയാളികൾ ഇഷ്ടംപോലെ ആൾക്കാര് ഒരുപാട് പ്ലാറ്റ്ഫോംസ് തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പറയുന്നു, കാണിക്കുന്നുണ്ട്. എല്ലാം കണ്ട് ആസ്വദിച്ച് അവസാനം കുറ്റം പറയും ചെയ്യും അപ്പുറത്തുണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ പൈസ കിട്ടുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം വെച്ചുകൊണ്ട് ഇത് സബ്സ്ക്രിപ്ഷനിൽ പോയത് നന്നായിന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവർക്കും കാണണ്ടല്ലോ, അങ്ങനെയല്ല നമുക്ക് കാണണ്ടല്ലോ. അല്ല, ഇവർക്ക് കാശ് കിട്ടുന്നുണ്ടല്ലോ കാണിച്ചിട്ട്. മറ്റത് കാണിക്കുമ്പോൾ ഒന്നും കിട്ടില്ലായിരുന്നു ഇവർക്ക്. ഇപ്പൊ കാണിക്കുമ്പോൾ കാശ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഇതെങ്കിലും ഇവർക്ക് ഉണ്ട്. മറ്റത് അതും കിട്ടിയിരുന്നില്ല ഇവർക്കൊന്നും. അത് കാണിക്കണം, കാണിച്ച് കാശ് ഉണ്ടാക്കട്ടെ.
അത് കാണാൻ താല്പര്യമുള്ളവൻ പോയി പൈസയും കൊടുത്തോട്ടെ. ഇതിനൊന്നും താല്പര്യമില്ലാത്തൊരു പുറത്തിരുന്നിട്ട് ചെയ്യാൻ പാടില്ല. മാസം പ്രശ്നം പൈസയാണ്. പൈസയാണ് വിഷയം. പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് കാണിക്കണ ഇവർക്ക് കുഴപ്പമില്ല. ഇവര് പൈസ നിങ്ങളോട് പറയാം, നിങ്ങൾ ഫോളോ ചെയ്യുന്ന നല്ല കോമഡി കോണ്ടന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടീം, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു ടീം, ഇവർ പോയിട്ട് നാളെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, ഒരു പാട്ട് പാടുമ്പോൾ അതൊരു 10 സെക്കൻഡ് റീൽ വെച്ച് നിർത്തിയിട്ട് ബാക്കി സബ്സ്ക്രിപ്ഷനിലുണ്ട് എന്ന് പറഞ്ഞു. കാണാൻ താല്പര്യമുള്ളവർ പോയി കേൾക്കും. അതിന്ന് അവർക്കൊരു വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോ എന്താ പറയാനുള്ളത്? ഇത് അതേപോലെ തന്നെ യൂട്യൂബിലുള്ള കാര്യം. യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോ എന്താ പറയാ, ഈ കാശ് ഉണ്ടാക്കല്ലേ മറ്റേ. ഇപ്പൊ കാശ് ഉണ്ടാക്കാതെ വീഡിയോ ഇടുമ്പോ എന്താ പറയാ, ഈ എന്തിനാ വെറുതെ വീഡിയോ എടുക്കണം, ആര് കാണാൻ, എന്തിനാ പൈസ ഉണ്ടാക്കണില്ല, ഒന്നും ഉണ്ടാക്കണില്ല അറിയാം. ഇട്ട വീഡിയോ കൊതി തോണി പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കേണ്ട അപ്പത്തെ കുറ്റം പറയും. പൈസയാണ് പ്രശ്നം, പൈസ ഉണ്ടാക്കാൻ പാടില്ല. പറയുന്നത് എന്താ അറിയോ, പറയുന്നത് കുടുംബശ്രീനെ. എന്നിട്ട് ഈ കുടുംബശ്രീയിൽ ജീവിച്ചു പോണതോ ഈ പറയണവന്റെ ഒക്കെ അമ്മമാരും ഒക്കെ കുടുംബശ്രീയിലായിരിക്കും. കുടുംബശ്രീന്നാവും അവര് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് വരുമാനം ഉണ്ടാക്കുന്നത് കുടുംബശ്രീക്ക്. കുറ്റം പറഞ്ഞത് പൈസ ഉണ്ടാക്കുക. അപ്പുറത്ത് അഥവാ പൈസ ഇപ്പൊ നമ്മള് യൂട്യൂബിന് പൈസ ഇല്ലാതെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത്, ഫുള്ള് പൈസ ഇല്ലാതെ നമ്മള് സ്വന്തം ഇഷ്ടം വീഡിയോ ഉണ്ടാക്കുന്നത്. എന്തിനാ വീഡിയോ ഉണ്ടത്, പൈസ ഉണ്ടാക്കണമെന്നില്ലല്ലോ, നിർത്തി പോടാ അറിയാം. ഞാൻ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും കൂടി ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഈ വർത്താനം ഞാൻ നിർത്തിക്കും. അല്ല, ഞാൻ തുറന്നു പറയാം, ഞാൻ ഈ വർത്താനം ഞാൻ നിർത്തിക്കും. ഞാൻ ഒന്നും കൂടി ഒന്ന് സെറ്റിലായി എന്റെ ലൈഫിൽ ഇനി വേറൊരു ഇൻകം സോഴ്സ് എനിക്ക് ഓപ്പൺ ആക്കി. ഓൾറെഡി ഉണ്ട്, ബട്ട് അതൊന്നും കൂടി സോളിഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, യൂട്യൂബ് വരുമാനത്തിന്റെ ഒരു 50% ഞാൻ നാട്ടിൽ ഇറക്കും. ഒരാൾക്കല്ല, അത് ഞാൻ തുറന്നു പറയുന്നത്. ഞാൻ നാട്ടിൽ അത് വല്ലവർക്കും മറ്റേ സഹായം ചെയ്യാൻ ചാരിറ്റി ചെയ്യും, ആ സ്കീമല്ല കേട്ടോ. എന്റെ നാട്ടിൽ എന്റെ കണ്ണിന്റെ മുന്നിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസിക്ക് പോകാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വേണമെങ്കിൽ കൂട്ടാം. ഇപ്പൊ അല്ല, ബട്ട് അങ്ങനത്തെ ഒരു ഇപ്പൊ പലരും രാഷ്ട്രീയത്തേക്ക് ഇറങ്ങുന്നു. അല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ പഠിച്ച് ചെയ്യണം. അതിന് വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ റവന്യൂ ഭാവിയിൽ ഞാൻ അങ്ങനെ ഉപയോഗിച്ചാൽ രാഷ്ട്രീയക്കാരനാവോ? കൊടിവെച്ച കാറിൽ പോകാൻ പറ്റുമോ? അതൊന്നും പോകാൻ പറ്റൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും ഒരു പ്രതീക്ഷ എനിക്ക് വേണ്ട. ഏറി പോയാലോ പാടും, അതും ഉണ്ടാവില്ല. താമരയ്ക്ക് ഞാൻ പോണില്ല. കൈപ്പത്തിയാവാൻ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ കൈപ്പത്തിയിൽ എന്താ പറയാ, എനിക്ക് മറ്റതില്ല. ഐക്യ ജനാധിപത്യ മുന്നണി എനിക്ക് ഐക്യമില്ല. അതൊന്നും അങ്ങോട്ടും ഇല്ല, ചൂലിനും ഇല്ല, ആപ്പും ഇല്ല. ഞാൻ സ്വന്തമായിട്ട് വേണം, സ്വതന്ത്രമായിട്ട് വേണം. ഇതിലാ അതാവും നല്ലത്. ഈ എന്തേലും പോട്ടെ, അത് വിട്. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പൈസ ഉണ്ടാക്കണതിന്റെ കാര്യം പറയണോണ്ട് പറഞ്ഞാട്ടാ. കൊറേയൊക്കെ എല്ലാരും പൈസ ഉണ്ടാക്കണം ജീവിക്കുന്നത്, നമ്മളാണെങ്കിലും പൈസ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കിയില്ലേ. ഇപ്പൊ സായി വീഡിയോ ഇടുമ്പോ അടിയിൽ കമന്റ് ഈ മറ്റേ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കില്ല, പൈസ ഉണ്ടാക്കാൻ തന്നെ അവരും ചെയ്യണത്. അത് വെറുതെ നാട്ടുകാർ നന്നാക്കി ചുരുക്കും, നമുക്കൊന്നും കിട്ടണമെന്നില്ല. പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഇപ്പൊ എല്ലാരും ലൈഫിൽ ജോലി എടുക്കുന്നതും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എന്തിനാ, പൈസ ഉണ്ടാക്കാനാണ്. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എന്താ, വെറുതെ പൈസ തന്ന ആരെങ്കിലും വേണ്ടെന്ന് പറയോ, അതും ചെയ്യില്ല. അങ്ങനെയുണ്ടല്ലോ ആൾക്കാർ കഷ്ടപ്പെട്ട്. മുന്നിലൊക്കെ അപ്പൊ ഉബൈദ് പോയി നോക്കട്ടെ, അപ്പൊ രണ്ടാളി ഫോളോ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ എന്നെടുക്കും ചെയ്യാൻ. റീലില്ലേ ഫോളോ ചെയ്തിട്ട് കസേര റോഡ് സൈഡിൽ ഇരിക്കുന്നത്, ഉബൈദ് വരാൻ വേണ്ടി കാത്തിക്കുന്നത്. അങ്ങനത്തെ ടീംസ് ആവും വന്നിട്ട് ഇവിടെ. അയ്യോ കോമഡി. ഇനി രേണുവിന്റെ ചേച്ചിയില്ലേ, ചേച്ചീനെ വെക്കണ്ട, ചേച്ചീന്റെ കാര്യമൊന്നുമില്ല. രേണുവിന്റെ ചേച്ചി വന്നിട്ട് മറ്റേ കിച്ചു പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞതിന് 36 പറഞ്ഞ റിപ്ലൈ എന്താ വെച്ചെങ്കിൽ, ബിഷപ്പും ബാക്കി ടീമൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ വേറെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നുകൊണ്ട്. അല്ല, കിച്ചു സുധി ഒരിക്കലും പറഞ്ഞിട്ടില്ല രേണു ഒപ്പം ഉണ്ടെന്ന്. അല്ല, അതൊക്കെ വളച്ചു പിടിച്ചതാ. അതല്ല, ഈ ഒപ്പമുള്ള പള്ളിക്കാരും ഇവരുടെ ഹസ്ബൻഡും ഫുഡ് കഴിക്കാൻ കാരണം അവർക്ക് വിശന്നപ്പോ കഴിക്കുമ്പോ നമുക്ക് പറയാലോ. പക്ഷെ അത് കിച്ചു എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇരിക്കുമ്പോ അതിനൊരു മാന്യത വേണമെന്നുള്ളതേ കിച്ചു പറഞ്ഞിട്ടുള്ളൂ. അത് കിച്ചുവിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ കിച്ചു ഒരിക്കലും പറഞ്ഞില്ല രേണു ആണെന്ന്. വണ്ടിയിലുള്ള ആൾക്കാരാണ് അളിയൻ, പള്ളിക്കാരെന്നാണ് കിച്ചു പറഞ്ഞത്. കിച്ചു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൻ അത്രയും ഫീൽ ചെയ്തുകൊണ്ടാണ്. അതിപ്പോ നാളെ ഇന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ ഇന്റെ ഒപ്പം ഇന്റെ കുറച്ച് വീട്ടുകാരും നാട്ടുകാരും കയറി ഇരുന്നിട്ട് ഇന്നെ അച്ഛന്റെ മരണം കാണിക്കാൻ കൊണ്ടുപോകുമ്പോ ഇവര് കയറിയിട്ട് സിഗരറ്റ് വലിയും ഫുഡ് കളിയും ബാക്കി പരിപാടിയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്കത് പൊളിയും, മനസ്സിലായി, എനിക്കത് പൊളിയും. അപ്പൊ അതേ കിച്ചു പറഞ്ഞിട്ടുള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് അവർക്ക് അങ്ങനെ പറ്റിപ്പോയി, ഭക്ഷണം കഴിക്കാൻ വിശന്നപ്പോ കയറി ഇത് പറഞ്ഞു വിട്ടാ മതി. അതായത് അവിടെ ന്യായീകരിച്ച് കുറെ മെഴുകി ഇതാകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ,
അപ്പൊ എന്താണെങ്കിൽ അത് അങ്ങനെ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. രേണുസുതി വന്നിറങ്ങിയപ്പോൾ മറ്റേ ബോംബ് കൂട്ടണം അതിൽ എന്തെങ്കിലുമൊക്കെ കിച്ചുവിനെതിരെ എന്നൊക്കെ അല്ല പ്രതീക്ഷിച്ചു. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം രേണുസുതി നല്ല കറക്റ്റ് അളന്നു മുറിച്ചിട്ട് കാര്യങ്ങൾ പറയുള്ളൂ. ഭയങ്കരമായിട്ട് പറയുന്നത് എനിക്ക് തോന്നിണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. ഈ വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാൽ നമുക്ക് തന്നെ മെച്ചം. ഇനി അടുത്ത വീഡിയോ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാവാതിരുന്നാൽ അത്രയും നല്ലത്. അല്ല, നമുക്ക് അത്രയും കാശ് ഉണ്ടാക്കാം. പക്ഷെ എന്നാലും അതിന്റെ സങ്കടം ഉണ്ട്. കാശ് ഉണ്ടാക്കാൻ പറ്റാത്ത സങ്കടത്തിന് മുകളിലാണെങ്കിൽ പോലും ഞാൻ പറയാണ്, വേണ്ട. കാശ് ഉണ്ടാക്കാൻ വേറെ ടോപ്പിക്കൊക്കെ വരില്ലേ, മേടിക്കണ്ട. എനിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ടോ? എനിക്ക് ആഗ്രഹമില്ല. സാധാ ഫോളോവേഴ്സ് തന്നെ കുറവാണ്. ഞാൻ ഒരു വർഷം ഉണ്ടാക്കണ്ട, എന്റെ ഇഷ്ടമാണ് എനിക്ക് തുടങ്ങാൻ വേണ്ടത്. പക്ഷെ പടിഞ്ഞാറ്റൂരിൽ നിന്ന് എനിക്ക് ചൂല് വരും. കുന്തോ ചൂലും മറ്റേ ഇറാൻ അമേരിക്കൻ ആക്രമിക്കാൻ വരുന്ന പോലെ, വരുന്ന പോലെ എന്റെ മമ്മി വരുന്നു. പുതിയ ടൂൾസ് ആയിട്ട് വരും. നിക്കണേ എരപ്പ അവിടെ പറഞ്ഞിട്ട്. എന്ത് പ്രാകൃതമായ രീതിയിൽ അവരൊക്കെ എന്താ ചെയ്യാ. അതാ മോഡേൺ ആയ മലപ്പുറത്ത് വന്നില്ലേ, ഒരു ടൗച്ചിന് പരിപാടിയിട്ട് ഇറങ്ങിക്കൂടെ? സബ്സ്ക്രിപ്ഷൻ വരും. ഇവിടെ അത് മതി, ഇവിടെ സബ്സ്ക്രിപ്ഷനിൽ ആള് കയറാൻ ഒരു ട്രൗസറും ഒരു സ്ലീവ്ലെസ് പനിയും കുറച്ച് ക്ലീവേജും മതി. ഞാൻ 399 999 ആക്കും. 1000 രൂപ ഒരാൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നു, സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഇന്നവിറ്റബിൾ ആണ്. ചെയ്യണവര് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ അല്ലേ? താല്പര്യമുള്ളവർ ചെയ്യട്ടെ. ഞാൻ പോയിട്ട് ഷെഡ് നിന്ന് കാണിച്ചാലും ഒരു മനുഷ്യൻ തിരിച്ച് നോക്കാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ഞാൻ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. 399 ഞാൻ നോക്കട്ടെ, ഡിഡക്റ്റ് ആയോ ആരെങ്കിലും. ഞാൻ ഇന്ന വരെ ഒരാളെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ? അതിന്റെ ആവശ്യമില്ല. അല്ലാതെ ഇഷ്ടംപോലെ സൈറ്റിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്, അതിൽ കയറിയാൽ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വരും. മനസ്സിലായില്ല എനിക്ക്? അല്ലാതെ ഫ്രീ ആയിട്ട് എന്തിനു പകുതി കാണണേ? കാണുമ്പോ ഫുള്ള് എന്തിനു പകുതി കാണാൻ നടക്കുന്നത്? ഞാനൊക്കെ അതിന്റെ ആളാ. കാണുമ്പോ ഫുള്ളായിട്ട് കാണണം. എന്തൊക്കെയുള്ളതെന്ന് കാണട്ടെ. തരില്ല ഞാൻ അങ്ങനെ. അതായത് റോഡ് റോളറിന്റെ ഉള്ളിൽ അടിക്കുകയാണ് എന്റെ ഫോൺ. ഗ്രൂപ്പുകൾ എന്തൊക്കെയാ പേര്? ഗ്രൂപ്പുകൾ KP Boys, Legends Only Will Know, KP Boys. സുന്ദരിമണി അങ്ങനെ എന്തൊക്കെയോ. അല്ല സ്വർഗാലയോ? അല്ലല്ല, അതൊന്നുമില്ല. എന്തൊക്കെയുള്ള പേര്? അത് സ്വർഗം. അല്ല, സ്വർഗത്തിലാണല്ലോ ഹൂറികൾ ഉള്ളത്. ഏത് പാലിന്റെ പുഴ ഒഴുകും, ഹൂറികളുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഓക്കെ.